എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമുള്ളവരായി ഹൃദയം കർത്താവിന് സമർപ്പിച്ച് കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന മക്കളെ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, പ്രഭാതത്തിലെ സൂര്യൻ എങ്ങനെയാണോ ഭൂതലത്തെ പ്രകാശമാക്കുന്നത്, അതുപോലെ കർത്താവെ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളുടെ ഇരളടഞ്ഞ ജീവിതത്തെ പ്രകാശനമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിൻ്റെ മുൾക്കിടത്തിന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം കർത്താവെ അങ്ങയുടെ മക്കളുടെ ശിരസിലേക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് പല പല കാര്യങ്ങൾ കൊണ്ട് ഇടിഞ്ഞു പോയവരുടെ കർത്താവെ, അവസാദം, ഡിപ്രഷൻ വന്ന് കർത്താവ് ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുന്ന അവസ്ഥ കൊണ്ട് കർത്താവെ നീ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യുന്നവനാണ്. നിൻ്റെ വിശുദ്ധ രക്തം 1 യോഹന്നാൻ 1:7 അടിയൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം സകല പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു കേട്ടതാണ്. കർത്താവ്, അതേ വിശുദ്ധ രക്തത്തെ ആസ്പദമാക്കിക്കൊണ്ട് അടിയൻ നിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവെ, അങ്ങയുടെ യോഗ്യതയാൽ, അങ്ങയുടെ കരുണയുടെ ആധിക്യത്താൽ അങ്ങയുടെ മക്കൾക്കുള്ള അവസാദ രോഗങ്ങളെ അങ്ങ് എങ്ങനെയാണോ കാറ്റ് വരുമ്പോൾ മേഘങ്ങൾ തുരത്തപ്പെടുന്നത്, അതുപോലെ ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കൾ അങ്ങയുടെ മനസ്സിൽ നിന്ന് ഭാരങ്ങൾ തുരത്തപ്പെടുവാനും അവർക്ക് പോകേണ്ട വഴി, ഞാൻ നിൻ്റെ സങ്കീർത്തനം 32:8 നീ പറഞ്ഞു, നീ പോകേണ്ട വഴി ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കും. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മുഖത്ത് നോക്കി എവിടെ പോകണം, എന്ത് ചെയ്യണം, എന്ത് ആദ്യം ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഒരു ഐഡിയയും ഇല്ലാതെ ഇങ്ങനെ വെറുതെ എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ. അവരെല്ലാം ഇന്ന് ഈ പ്രാർത്ഥനയുടെ പരിധി ഞാൻ കൊണ്ടുവരുന്നു. കർത്താവെ, നിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം ആ മക്കളുടെ ശിരസ് നീ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ യോഗ്യത കൊണ്ടല്ല, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ ഇന്ന് ഇവിടെ ഇപ്പോഴും ഈ നിമിഷം ഈ വീട്ടിലെ ഏതെല്ലാം തരത്തിൽ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടോ, എൻ്റെ കർത്താവെ, ഞാൻ നിന്നോട് യാചിച്ച് പറയുകയാണ്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടെങ്കിൽ ആ ക്രൂശിതമായ അവസ്ഥയ്ക്ക് ഒരു വിലയില്ലാത്ത രീതിയിൽ മറ്റുള്ളവർ ഒരു വ്യക്തിയെ കൊച്ചാക്കാനോ ചെറുതാക്കാനോ തള്ളിക്കളയാനോ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ ദൈവമായി, ഞങ്ങളുടെ ദൈവമായി അങ്ങ് നിലനിൽക്കുമ്പോൾ ഒരു മനുഷ്യന് വേദനിക്കാനോ വിഷമിക്കാനോ പാടില്ല. അങ്ങയുടെ ദൈവത്വത്തിന് ഭംഗം വരുത്തുന്ന പൈശാചിക നടപടികളെ ഞാൻ ഈ കുരിശിൻ്റെ ശക്തിയാൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ചൈതന്യം, കർത്താവ് വിശ്വാസം കൊടുക്കണേ മക്കൾക്ക്, പ്രത്യാശ നൽകണേ മക്കൾക്ക്. കർത്താവെ, ഇന്നലെ എന്ത് സംഭവിച്ചു അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാത്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ദൈവത്തിലെ നീ ഇറങ്ങുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നീ ഇന്ന് തിരിച്ചു വരുന്ന കാലത്ത് ഇതിൻ്റെ എല്ലാ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നീ രാത്രി തിരിച്ചു വരുമ്പോൾ നീ ഊർജ്ജസ്വലയായിരിക്കും, നീ ശക്തിയുള്ളവളായിരിക്കും, നീ ശക്തിയുള്ളവനായിരിക്കും. കർത്താവിൻ്റെ കൃപ നില ചൊരിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കുവാമേ. ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 14:26. സഹോദരരെ, ആകയാൽ എന്ത് വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇത് ഒത്തിരി കാലം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇത് നമ്മൾക്ക് ഉള്ള ഒരു സ്വത്താണ്. പക്ഷേ നമ്മളത് തിരിച്ചറിയണില്ലെന്നേ ഉള്ളു. എന്താണ്? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു ഭാഷയോ, ആദിമസഭയിൽ എല്ലാവർക്കും തന്നെ ഭാഷാപരമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ധ്യാനം നടത്തുമ്പോൾ അറിയാതെ ചില സമയത്ത് സ്തുതിച്ചു പോകുമ്പോൾ സ്തുതിപ്പിൻ്റെ ഇടയ്ക്ക് സീരിയാറാമി എന്ന് വരികയല്ലേ, അതൊരു ഭാഷയാണ്, സിലബിളാണ്. അതൊരു കാലത്ത്, ഏതോ ഒരു കാലത്ത് ഞാൻ നിനച്ചെറിയായിരിക്കുന്ന സമയത്ത് സ്തുതിപ്പിൻ്റെ കാലത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതാണ്. കാര്യത്തിൽ അത് 8:26 അനുസരിച്ചുകൊണ്ട് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ട ചില കാര്യങ്ങൾക്ക് നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ അവാച്യമായ നെടുവീർപ്പ് തന്നെ കാര്യങ്ങൾ അറിയാവുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പം തന്നെ ദാനങ്ങൾ വൈവിധ്യം ഉണ്ടെന്ന് പറയത്തില്ല. അതൊക്കെ 1 കൊരിന്ത്യർ 12:4 അടിച്ചേ. 1 കൊരിന്ത്യർ 12:4.
ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ഒന്ന് സ്പന്ദനം 4 പറഞ്ഞ ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ആത്മാവ് ഒന്ന് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നീശോയെ എന്ന് വിളിക്കുന്നതും എൻ്റെ ഈശോയെ എൻ്റെ ആശ്രയമേ എന്ന് വിളിക്കുന്നതും യാ സിരിയാരാലാമി എന്ന് പറയുന്ന ഭാഷ ഒരു ശരിക്കും പറഞ്ഞ ഇഫക്റ്റിൽ ഒന്ന് തന്നെയാണ്. അത് ആത്മാവ് ഒന്ന് തന്നെയാണ്. കാര്യം ഈ ആൾക്കാർക്ക് ഈ ഭാഷകളൊന്നും ആരും പറഞ്ഞു കൊടുത്തതല്ല. ഏതോ ഒരു കാലത്ത് അവർക്ക് ദൈവമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ മനസ്സിൽ വന്നതാണ്. പക്ഷേ ചില സമയത്തൊക്കെ ബന്ധം കുറഞ്ഞു പോയെന്ന് വരും. പക്ഷെ ആ പ്രാർത്ഥന നിലനിൽക്കും. ഒന്നുകൂടി വായിച്ചു, 1:16-26 വായിച്ചേ. സഹോദരരെ, സഹോദരങ്ങളെ, ആകയാൽ എന്ത് വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ചിലക്ക് ഇപ്പൊ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. എനിക്കൊരു സങ്കീർത്തനമല്ല, കുറേ സങ്കീർത്തനം എൻ്റെ മനസ്സിൽ വരും. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണം എന്താ അറിയാവോ? അതായത് പലപ്പോഴും കാര്യം നമ്മുടെ വാക്കിനുള്ള കുഴപ്പം എന്താ, നമ്മൾ മരിച്ചു പോണ പോലെ നമ്മുടെ വാക്ക് മരിച്ചു പോകും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ മരിക്കാത്ത വചനത്തിൻ്റെ കണ്ടൻസ് ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എഫിക്കസി കൂടും. നമ്മൾ എഫിക്കസി ഓഫ് പ്രയർ എന്ന് പറഞ്ഞില്ലേ, എഫിക്കസി ഓഫ് പ്രയർ എന്ന് പറയണത് ശരിക്കും പറഞ്ഞ ഇവാഞ്ചലിക്കൽ പ്രയർ എന്ന് പറയണത് വചനാധിഷ്ഠിതമായ പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തനം നമ്മുടെ വായിൽ വരും. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ട വചനങ്ങൾ നമ്മുടെ വായിൽ വരും. പക്ഷേ ഒരു 91 സങ്കീർത്തനം ചിലർക്ക് അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അവർ വാ പിടിച്ച് ദൈവദൃശ്യം നിന്ന് അവരുടെ 91 സങ്കീർത്തനം വരും. ചിലർക്ക് 23 സങ്കീർത്തനം ഭയങ്കര അഭിഷേകം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നാണ് നമുക്ക് പ്രതിവചന സങ്കീർത്തനത്തിൻ്റെ കൾച്ചർ വരേണ്ടത്. എന്താ, എൻ്റെ കർത്താവ് എൻ്റെ രക്ഷയും ഓഹരിയുമാകുന്നു, കർത്താവിൻ്റെ രക്ഷയും പ്രകാശമാകുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് എൻ്റെ കർത്താവ്? ഞാൻ ബൈബിൾ കുരിശൊക്കെ എടുത്തിട്ട് എന്താ പറയണത്? എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. എവിടുന്ന് കിട്ടി? എനിക്കിപ്പോഴും അറിയാൻ പറ്റും എവിടുന്ന് കിട്ടിയത്. ഏതോ ഒരു കാലത്ത് ഞാനും ദൈവമായിട്ട് വസന്തകാല ബന്ധം ഉണ്ടായപ്പോൾ, ആത്മാവിൻ്റെ വസന്തം ഉണ്ടായിരുന്ന കാലത്ത് കർത്താവ് എൻ്റെ നാവിൽ ഇട്ട് തന്നൊരു തേനാണത്. എന്താ കാര്യം? എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. പിന്നെ എന്താണ്? സഭയുടെ അധികാരത്തിൽ. ഇതൊന്നും ഞാൻ ചിന്തിച്ച് പറയണമല്ല. സഭയുടെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സഭയിൽ എനിക്ക് പൗരോഹിത്യം തന്നത്. അപ്പോൾ ആ അധികാരം ആടാണ് കർത്താവ് സഭയ്ക്ക് കൊടുത്തിട്ട് സഭ ഈ കാലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്ക് പരമേൽപ്പിച്ച് തന്നതാണ്. സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എന്നെക്കാൾ വലിയ അടയാളം ഉണ്ടോ? സാത്താനെപ്പോഴും വിറപ്പിക്കുന്ന അടയാളമില്ല കുരിശ്. കാര്യം കുരിശിനാൽ പാപത്തെ വെന്ന് ജീവനെ പൊരുത്തരിച്ച ദൈവത്തിൻ്റെ പദ്ധതിയുടെ വിജയത്തിൻ്റെ അടയാളമാണ് കുരിശ്. കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിന്നെ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. അതാണ് എൻ്റെ ഭാഷാപരം. അതെന്ന് വെച്ചാൽ എൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ 61 വയസ്സ്, ഇപ്പം എനിക്കിപ്പോൾ 65 വയസ്സായി. ഒരു ദിവസം ഞാനിങ്ങനെ 276 ദിവസം ഒരു ഷാപ്പിന് വായിക്കുക സമരത്തിന് കിടന്ന് കുർബാന കഴിയുമ്പോൾ സമരത്തിന് പോകും. കാര്യം അത് നമ്മുടെ വീടിൻ്റെ നടുക്കൊണ്ടൊന്ന് ഷാപ്പ് വെച്ചിരിക്കണം. അപ്പോൾ ഒരു 5 കൊല്ലത്തിനുള്ളിൽ ആ വീട്ടുകാർ മുഴുവൻ കുടിയന്മാരാകും. അപ്പോൾ അവിടുത്തെ ചെടുത്തിമാർ വന്ന് എന്നോട് നിലവിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് സമരം തുടങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ സമരം നീണ്ടുപോയി. അത് കിസ്ത അടക്കണ നെല്ലിക്കയുള്ള ലേസസ്റ്റ് ഷാപ്പാണ്. അപ്പോൾ ഗവൺമെൻറ് അത് പിൻവലിക്കാനും പറ്റില്ല. ഗവൺമെൻറ്റിന് അവർ ലക്ഷങ്ങൾ കെട്ടിവെച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ശരിക്കും കെട്ടിലായിപ്പോയി. എനിക്കെതിരെ അവർക്ക് ഹൈക്കോടതി കേസ് കൊടുത്തു. എനിക്കെതിരെ അവർ നഷ്ടപരിഹാര കേസ് കൊടുത്തപ്പോൾ 80 ലക്ഷം രൂപ വരും കേസ്. അവർ വിജയിക്കാരൻ ഇത് കിസ്തടച്ച ഷാപ്പാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിയമവും എൻ്റെ കൂടെ ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ഈ സമരം ചെയ്യുന്ന ജനങ്ങളും പോകുമ്പോൾ ഞാൻ ഒറ്റക്കായി പോകും. അപ്പോൾ ഞാനൊക്കെ കുർബാനയിലേക്ക് പള്ളിത്തോട്ടിൽ എൻ്റെ സ്വന്തം ഇടവക ഞാൻ കൊച്ചുതനായിരുന്നതാണ്. അപ്പോൾ ഞാൻ കുർബാനയിലേക്ക് കഴിഞ്ഞ് ഞാനിങ്ങനെ കുർബാന എടുത്തായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്നെ കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പം നീ മാത്രമേ ഉള്ളെന്ന് ഓർക്കണം. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞത്. എൻ്റെ കർത്താവ്. ഞാൻ ഇന്ന് ഈ പരീക്ഷകളിലൂടെ കടന്നുപോയപ്പോൾ എന്നെ തള്ളിക്കളയാതെ എല്ലാവരുടെ മുമ്പിൽ ചേർത്ത് നിർത്തിയ കർത്താവ് എൻ്റെ കർത്താവ് എന്ന് പറയും. അതുപോലെ നമുക്കെല്ലാം ഓരോ എൻ്റെ കർത്താവുണ്ട്. എൻ്റെ കർത്താവ് ആ കേസ് തള്ളിപ്പോയി. ആ മനുഷ്യൻ തകർന്നു പോയി. ശരിക്കും ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് അനുകൂലമായിട്ട് ആ കേസ് വിധിച്ച് 8 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞ് അത് സാരമില്ല, ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, പൈസ അവരെടുത്തോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതല്ലായിരുന്നു ആവശ്യം. അവരെ ഉപദ്രവിക്കുക എന്നല്ല ഉദ്ദേശം. നമ്മുടെ ജനങ്ങൾ കുടിയന്മാരായി കുടുംബം നശിക്കാതിരിക്കാൻ വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി നിന്നതാണ്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നമ്മൾ നേടുക. കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. അതാണ് ഞാൻ അനുഭവത്തിലൂടെ പഠിച്ച എൻ്റെ കർത്താവ് എന്ന് പറയണത്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു കർത്താവ് ഉണ്ടാവും.
നിങ്ങളുടെ തക്ക സമയത്ത് അഗ്നിപരീക്ഷയിൽ നിങ്ങളെ സഹായിച്ച കർത്താവ്, നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്ന് പറയാൻ ഒരു കർത്താവ് ഉണ്ടാകണം, അനുഭവത്തിൻ്റെ കർത്താവ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്താണ് അറിവ്? ആരാധനയിൽ ജീവിക്കുന്ന കർത്താവാണ് തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അറിവ്. ഈ അറിവാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണത്. ഈ സ്നേഹമാണ് ആരാധനയായിട്ട് കൺവേർട്ടാകണത്. എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അറിവാണ് നമുക്ക് സ്നേഹം ഉണ്ടാക്കുന്നത്, അല്ലേ? ആരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നതെന്നുള്ള അറിവ്. ഒന്ന് പറഞ്ഞേ, കർത്താവേ, അങ്ങ് ജീവനോടെ അൾത്താരയിൽ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞ് അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തെ ആരാധനയായി ഞാൻ സമർപ്പിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. സഹായിക്കണമേ, മധ്യസ്ഥയായിരിക്കണമേ. മക്കളുടെ രോഗികളുടെ മേല്, ഇവരുടെ രോഗങ്ങളുടെ മേല് അഭിഷേകം ചൊരിയണമേ. മക്കളെ, മക്കളെ സമർപ്പിക്കുന്ന അഭിഷേകം ചൊരിയണമേ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, രോഗികളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങളുടെ മേൽ അഭിഷേകം ഭാഷാപരത്തോടെ കാണുന്നവരെ ഒരുമിച്ച് പാടുക. ഭാഷാപരത്തോടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മാനസിക പ്രാപ്തിയുള്ളവരെ സ്പർശിക്കണമേ. കർത്താവായ ദൈവമേ, ആശുപത്രി രോഗികളായി കഴിയുന്നവരെ സ്പർശിക്കണമേ. കർത്താവേ, സ്ട്രോക്കിലേക്കാണ് രോഗികളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, വാതരോഗികളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം നിറയ്ക്കണമേ. കർത്താവേ, വിദേശത്തും അന്യ സംസ്ഥാനങ്ങളിലും ജോലിക്ക് പോയിട്ടുള്ള മക്കളെ സ്പർശിക്കണമേ. അധിക വരുമാനം ആഗ്രഹിക്കുന്നവരെ സ്പർശിക്കണമേ. ശോയെ സ്പർശിക്കണമേ. കർത്താവേ, ആദ്യമായിട്ട് വാസനത്തിൽ അവർ പ്രത്യക്ഷപ്പെട്ട ഭൂമിയിൽ നാലുകുത്തിയ മക്കളുണ്ട്. കർത്താവേ, അവരുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി പരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശോയെ, മറ്റൊരു രക്ഷയില്ല, രക്ഷ അങ്ങിൽ മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശോയെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ജീവൻ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയമുള്ളവരെ, നമ്മളെ കർത്താവിൻ്റെ കരുതലിൻ്റെ കരുണയുടെയും സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ നിമിഷം വരെ കേട്ടത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക പ്രസരിപ്പുണ്ടാകണം. കാരണം ഉടമ്പടി എല്ലാ മണ്ഡലങ്ങളെയും ദൈവം സ്പർശിച്ചുകൊണ്ട് രോഗസൗഖ്യം മാത്രമല്ല. ഇപ്പോൾ പുനെയിൽ നിന്ന് വന്നുള്ള ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞില്ലേ, സിബി, അദ്ദേഹം 1.25 കോടി രൂപ സാമ്പത്തിക ബാധ്യതയാണ്. അപ്പോൾ അതും 2 ആഴ്ചക്കുള്ളിലാണ് ആ വിഷയങ്ങളിലെല്ലാം ഇടപെടലുണ്ടാകണത്. 45 വർഷമായിട്ട് ഭാഗോടമ്പടി നടക്കാത്ത പുരയിടങ്ങളെ എങ്ങനെയാണ് 4 ദിവസം കൊണ്ട് ഉടമ്പടി കഴിയുമ്പോൾ ഭാഗോടമ്പടിയാകണത്? അപ്പോൾ എല്ലാ മണ്ഡലങ്ങളെയും ദൈവം സ്പർശിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ മണ്ണിൽ കാല് കുത്തുമ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് ഒരു സന്തോഷം ഉണ്ടാകണം. ഇനി ഞങ്ങളുടെ കഴിവിലല്ല ഇനി കാര്യങ്ങൾ പോകാൻ പോകുന്നത്, അമ്മ അത് ഏറ്റെടുക്കാൻ പോകുന്നു. കാര്യം മനുഷ്യരാശി രക്ഷപ്പെടാൻ ദൈവം 3 സംവിധാനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ദിവ്യകുർബാന, ഈശോ. 2ാമത് പരിശുദ്ധ അമ്മ. 3ാമത് സഭ, അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ. ഈ 3 വിഷയങ്ങളും ചരിത്രത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. 3 വിഷയങ്ങളും ചരിത്രത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. സാത്താൻ ആക്രമിച്ചിട്ടുണ്ട്. ദിവ്യകുർബാനയിൽ ഈശോ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് എത്രയോ കാലങ്ങളായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കർത്താവിനെ, കത്തോലിക്ക സഭ ദിവ്യകുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവിനെ അടയാളങ്ങളിലൂടെ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞുള്ള യുദ്ധമൊന്നുമില്ല, ചെയ്തുള്ള യുദ്ധം മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വിവിധ രാജ്യങ്ങളിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ എപ്പോഴെല്ലാം കണ്ട് പ്രാർത്ഥിക്കുന്നവർ അവരെല്ലാം ഭൂമി പോലും ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. 2ാമത് ഏറ്റവും ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ആരാ? പരിശുദ്ധ അമ്മയാ, അല്ലേ? 2ാമത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയാ. 3ാമത് സഭയെ ആക്രമിച്ചിരിക്കുന്നത് പേപ്പസിയെയാണ്, അതായത് പരിശുദ്ധ സിംഹാസനത്തെ. അത് പത്രോസിൻ്റെ പിന്തുടർച്ചയല്ല, സഭ പോലും കർത്താവ് സ്ഥാപിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ കുറേ ആൾക്കാർ. ഈ ചരിത്രത്തിലെല്ലാം ഫൈറ്റ് നടന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം ലോകത്തിലേക്ക് വരുന്നതിന് ദൈവം മാധ്യമമാക്കിയ സ്ഥലങ്ങളാണ്, വ്യക്തികളാണ്. മനുഷ്യരാശിയെ സന്ധിക്കാൻ ദൈവത്തിൻ്റെ സന്ധിപ്പും സംരക്ഷണവും സൗഖ്യവും മനുഷ്യന് ലഭിക്കുന്നതിന് ദൈവം മാധ്യമമാക്കിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എപ്പോഴും സാത്താൻ യുദ്ധത്തിലാണ്. സാത്താൻ ആരോടാണ് യുദ്ധം ചെയ്തത്? ആദ്യം ഈശോനോട്, പിന്നെ അമ്മയോട്, പിന്നെ സഭയോട്. ഇതിനെല്ലാം സഭ മറുപടി പറയണത് എങ്ങനെയാണ്? അടയാളങ്ങളിലൂടെ. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജീവന്റെ തിരുഭോജ്യമേ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിശദീകരണം ആവശ്യപ്പെടുന്ന ഒരു സദസ്സിൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കേണ്ടി വന്നു.
അപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞത്, പത്രോസിൻ്റെ പ്രാർത്ഥനാ വഴികളിലാണ് മുടന്തൻ ഇരിക്കുന്നത്. ആ മുടന്തനെ അവഗണിച്ചുകൊണ്ട് ദേവാലയത്തിൽ കയറിപ്പോകാൻ പത്രോസിന് കഴിയുമോ എന്ന് ചോദിച്ചു. അത് ചോദ്യമാണ്. പത്രോസിൻ്റെ പ്രാർത്ഥനാ വഴികളിലാണ് മുടന്തനിരുന്ന് കൈ നീട്ടുന്നത്. ആ മുടന്തൻ്റെ കയ്യിൽ ഒരു കെട്ട് ദൈവശാസ്ത്ര പുസ്തകങ്ങൾ കൊടുത്തതിന് ശേഷം അത് വായിച്ച് പഠിച്ചോളാൻ പറഞ്ഞിട്ട് ദേവാലയത്തോട് കയറിപ്പോകാൻ പത്രോസിന് കഴിയുമോ? അതാണൊരു ചോദ്യം. കഴിയുമോ? ഇല്ല. മുടന്തനോട് പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ഞങ്ങളെ സൂക്ഷിച്ച് നോക്കാൻ. നോക്കുന്നവരെങ്ങനെ ചുമ്മാ നോക്കിയാൽ പോരാ, ഞങ്ങളെ സൂക്ഷിച്ച് നോക്കാൻ പറയും. എൻ്റെ അർത്ഥം എന്താ? യവൻ ആ വഴി ഇരുന്നുകൊണ്ട് കാണുന്നവരോട് പോകുന്നവരോടും വരുന്നവരോടും ഒക്കെ കൈനീട്ടുന്ന കക്ഷിയാണ്. ഒരു പുണ്യാളൻ്റെ അടുത്ത് ഒരമ്മാമ്മ നേർച്ചയിടാൻ പോയിട്ട് വർഗീസ് പുണ്യാളനെ മുത്തി പിശാചിനെ മുത്തി, അല്ലേ? എവിടെ നിന്നാണ് രക്ഷ വന്നെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കും. അങ്ങനെ എല്ലായിടത്തും കൈ നീട്ടണ ഒരു കക്ഷിയായിരുന്നു ആ മുടന്തൻ. കാര്യം എവിടെ നിന്ന് കൈയിലിരുത്തിയാലും നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ല എന്നുള്ള രീതിയിലാണ് ആ മുടന്തൻ്റെ ഒരു നിലപാട്. അപ്പോൾ അത് പത്രോസ് പറഞ്ഞു, അങ്ങനെ എല്ലാവരെയും നോക്കണ പോലെ അല്ല നീ ഞങ്ങളെ നോക്കേണ്ടത്, ഞങ്ങളെ സൂക്ഷിച്ച് നോക്കണം. അതാണ് വിഷയം. ഞങ്ങളെ സൂക്ഷിച്ച് നോക്കൂ. അപ്പോൾ ഉടനെ അവൻ അവരെ സൂക്ഷിച്ച് നോക്കി. അപ്പോഴേ പത്രോസ് ഒരു കാര്യം പറഞ്ഞു. എന്നാ പറഞ്ഞത്? നീ വിചാരിക്കണ സംഭവം നിങ്ങളുടെ കയ്യിലില്ല. എന്താണെന്ന് നീ വിചാരിക്കണത്? പണമാണ്. അത് സ്വർണ്ണ നാണയമാണ്, റോമായുടെ നാണയം. റോമായിലെ സർക്കാരിൻ്റെ നാണയം സ്വർണ്ണത്തിൻ്റെ നാണയമാണ്. ഇസ്രയേലിൻ്റെ നാണയം വെള്ളിയുടേതാണ്. ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല. സ്വർണ്ണമോ വെള്ളിയോ എൻ്റെ കൈവശമില്ല, എൻ്റെ കൈവശമില്ല. എന്നിട്ടും ആ മനുഷ്യൻ 9-ാം മണിക്കൂറിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് ധൃതിക്ക് കയറിപ്പോവുകയാണ്. അതാണ് പത്രോസ്. അതാണ് ശരിക്കുമുള്ള വിശ്വാസി എന്ന് പറയണത്. പത്രോസിൻ്റെ പുസ്തകമാണ് ശരിക്കും നമ്മുടെ നടപടി പുസ്തകം. പൗലോസിന് വേണ്ടി എഴുതിയതാണ്. കാരണം അതിനകത്ത് മുഴുവൻ എഴുതിയിരിക്കുന്ന ആരെക്കുറിച്ചാണ്? നടപടി പുസ്തകത്തിൽ പൗലോസിനെ കുറിച്ചാണ്. ആരാ എഴുതിയത്? ലൂക്ക അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എഴുതിയതാണ്. അതുകൊണ്ട് പൗലോസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് മുൻതൂക്കം വന്നിരിക്കുന്നത്. എവിടെ? നടപടി പുസ്തകത്തിൽ. പത്രോസിനെ അവിടെ ഇവിടെയും കുറച്ച് എഴുതിയിരിക്കുന്നുണ്ട്. പക്ഷേ എഴുതിയിട്ടുള്ള പത്രോസിനെ അവതരിപ്പിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇട്ടിപ്പെട്ട സ്ഥലങ്ങളാണ്. നമ്മൾ പഠിക്കേണ്ടതാണത്. എന്താ കാരണം എന്നറിയാമോ? പത്രോസ് ഈ 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 2 സമയത്ത് അവൻ പതിവ് പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് പോയെന്ന് എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥന ഒന്നും മുടക്കാതെ. ആ സമയത്തുള്ള പത്രോസ് എന്ന് പറയണത് തകർച്ചയുടെ ആൾരൂപമായി നിൽക്കുന്ന പത്രോസാണ്. വൈ ഹി ബിക്കെയിം എ പോപ്പ്. എന്തുകൊണ്ടാണ് പത്രോസ് മാർപ്പാപ്പ ആയെന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്. കാര്യം സീനിയോറിറ്റി ഉള്ളത് ആർക്കാണ്? അന്ത്രയോസിനാണ്. വിദ്യാഭ്യാസം ഉള്ളത് ആർക്കാണ്? യോഹന്നാനെയാണ്, അല്ലേ? പക്ഷെ ഇത് രണ്ടും ഇല്ലാത്ത പത്രോസ് എങ്ങനെ സഭയെ നയിക്കാൻ കർത്താവ് ചുമതലപ്പെടുത്തി? അതിൻ്റെ പിന്നിൽ പത്രോസിൻ്റെ ഒരു ആധ്യാത്മികതയുണ്ട്. ഒരു പക്ഷേ ഏറ്റവും പ്രബുദ്ധമായൊരു ആധ്യാത്മികത. ഇപ്പോൾ അടയാളങ്ങൾ ഒത്തിരി നമുക്ക് ലഭിക്കുന്നുണ്ട്, ഇല്ലേ? അടയാളങ്ങൾ നിങ്ങളെ അടിഞ്ഞുകൂടി നിൽക്കരുത്, പിന്നെയും നിങ്ങൾ വളരണം. അടയാളങ്ങളൊക്കെ നമുക്ക് തരുന്നത് ആദ്യത്തെ ഒരു ആശ്വാസ നടപടി എന്ന രീതിയിലാണ് ബൈബിളിൽ അടയാളങ്ങളുള്ളത്. നമുക്കറിയാമല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 1 തൊട്ട് 11 വരെ ആകുമ്പോൾ ലാസ്റ്ററിനെ ഉയർപ്പിച്ച് കഴിയുമ്പോൾ അടയാളങ്ങൾ സ്റ്റോപ്പാകും. പിന്നെ കർത്താവിന് കാല് കഴുകലും പീഡാനുഭവമൊക്കെ ആയിട്ടാണ് പോണത്, ഇല്ലേ? ലാസ്റ്ററിനെ ഉയർപ്പിച്ച് കഴിയുമ്പോൾ അടയാളങ്ങൾ സ്റ്റോപ്പ്. 2-ാം അധ്യായത്തിൽ തുടങ്ങുന്ന അടയാളങ്ങളാണ്. കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് ആരംഭിക്കുന്ന അടയാളങ്ങളാണ്. 11-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ സ്റ്റോപ്പ്, ഡെഡ് സ്റ്റോപ്പാണ്. പിന്നെ അനങ്ങത്തില്ല. പിന്നെ എന്താ? 12-ാം അധ്യായത്തിൽ ഗ്രീക്കുകാർ വരുന്നു. അപ്പോൾ കർത്താവ് ഒരു വാക്ക് പറയും, ഇപ്പോൾ സമയമായി, അടയാളങ്ങളുടെ കാലം കഴിഞ്ഞു, ഇപ്പോൾ സമയമായി, അപ്പാ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയും. ഇപ്പോൾ സമയമായി, മനുഷ്യപുത്രനും
മഹത്വപ്പെടേണ്ട സമയമായി. എന്താണ്? അവൻ പീഡാനുഭവത്തിലേക്ക്, അന്ന് മുതലാണ് അവൻ പാഷൻ പ്രഡിക്ഷൻസ് പറയാൻ തുടങ്ങുന്നത്. പീഡാനുഭവ പ്രവചനങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഇവൻ എന്ന് മുതലാണത് പറയാൻ തുടങ്ങിയതെന്ന് ബൈബിൾ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ തർക്കങ്ങളുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, ഗ്രീക്കുകാർ വന്നതിന് ശേഷമാണ് കർത്താവ് തൻ്റെ പാഷനെക്കുറിച്ച് കോൺഷ്യസ് ആയത്. ദയവേദന എപ്പോഴെങ്കിലും ക്രിസ്ത്യാനി പാഷന് നമ്മൾക്ക് ഒരു സന്ദർശനത്തിൻ്റെ സമയം കുറിക്കേണ്ടി വരും. ഇനി കർത്താവിൻ്റെ നാമത്തിലാണ് നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവന് സാക്ഷിയാകാനുള്ള സഹനത്തിൻ്റെ ഒരു കാലം, ഒരു സന്ദർശനം, അതിൻ്റെ സമയം നമ്മൾ കുറിക്കേണ്ടി വരും. ഈ അടയാളങ്ങൾ ലഭിച്ചവന് അന്ന് അടിപതറാതെ നിൽക്കാൻ കഴിഞ്ഞാൽ ദെൻ യു വിൽ ബി ബിക്കം എ ക്രിസ്ത്യൻ. അപ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് ദൈവം അംഗീകരിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുന്നു. കർത്താവേ, അടയാളങ്ങളാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, പ്രബുദ്ധരാക്കണമേ, വചനത്താൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബാലാകമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ.